Hello children, welcome to Kids Area Online. Exam ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയില്ലേ? വളരെ എളുപ്പമായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. കിഡ്സ് ഏരിയ ഓൺലൈനിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടീച്ചർ ഒത്തിരി തവണ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാരൻസിന് കാണാനായിട്ട് ആഗ്രഹമുണ്ടാകും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അതിനു മുൻപ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ മുതലായ എല്ലാ ക്ലാസ്സസ് ഉണ്ടാകും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKG UKG റിവിഷൻ ക്ലാസ്, അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വിടുവാണ്. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആണുള്ളത്. അതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് നൽകുന്നുണ്ട്. അവർ പഠിച്ചു തുടങ്ങേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിനെയും ബേസിക് അവർക്കൊരു അടിസ്ഥാനം നൽകിക്കൊണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിലെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർക്കും ബേസിക് കിട്ടിയില്ല എങ്കിൽ അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും PKG LKG UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG ക്ലാസ്സസ് റെഗുലർ ഉണ്ട്. LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജിന് റിപ്ലൈ നൽകാൻ വൈകിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായതിനാലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ഓക്കെ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോളൂ. 9746487799. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി നല്ല ലെവലിൽ ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങളുടെ കുട്ടികൾ മികച്ചവരായിട്ട് തീരും. അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സാം ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. STD 1 ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ LP UP സ്കൂളുകാർക്കായിരുന്നു ഇന്ന് എക്സാം ഉണ്ടായിരുന്നത്. ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് നേരത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. LP UP സ്കൂളുകൾ, അതായത് LP UP ക്ലാസ്സുകൾ മാത്രമുള്ള സ്കൂളുകൾക്കായിരുന്നു ഇന്ന് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആനുവൽ ഇവാലുവേഷൻ 2023-2024 സമഗ്ര ശിക്ഷ കേരള ഇംഗ്ലീഷ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. അപ്പോൾ ലിസൺ എന്താണ് ടീച്ചർ പറയുന്നത് അത് കേട്ട് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും എന്ന് ഇന്നലെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ആ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്ന് ടീച്ചറോടൊന്ന് പറയാം. ടീച്ചേഴ്സ് കുട്ടികൾക്ക് നൽകിയ ഇൻസ്ട്രക്ഷൻ ഒന്നാമത്തേത്, ഡ്രോ എ റെയിൻബോ ഇൻ ദ സ്കൈ. സ്കൈയിൽ റെയിൻബോ വരയ്ക്കാനുണ്ടായിരുന്നു. ഡ്രോ എ ട്രീ നിയർ ദ ചിൽഡ്രൻ. ഈ കുട്ടികളുടെ അടുത്ത് ഒരു ട്രീ വരയ്ക്കണമായിരുന്നു. കുട്ടികളുടെ അടുത്തൊരു ട്രീ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കുട്ടികളുടെ അടുത്തായിട്ടൊരു ട്രീ വരയ്ക്കണമായിരുന്നു. റെയിൻബോ, സ്കൈയിൽ ഒരു റെയിൻബോ വരയ്ക്കണമായിരുന്നു. ഡ്രോ 2 ബേർഡ്സ് ഇൻ ദ സ്കൈ. സ്കൈയിൽ 2 പക്ഷികളെ വരയ്ക്കണമായിരുന്നു. ഡ്രോ 2 ബേർഡ്സ്, 2 പക്ഷികളെയാണ് സ്കൈയിൽ വരയ്ക്കാനുണ്ടായിരുന്നത്. ഡ്രോ എ ബോട്ട് ഇൻ ദ റിവർ. നദിയിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇത് റിവറാണ് കേട്ടോ, ഇത് റിവറാണ്. ഈ നദിയിൽ ബോട്ട് വരയ്ക്കണമായിരുന്നു. നദിയിൽ ബോട്ട് വരയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നു. കളർ ദ പിക്ചർ. ലാസ്റ്റ് ഈ പിക്ചർ കളർ ചെയ്യണമായിരുന്നു. ഇതായിരുന്നു ടീച്ചർ നൽകിയ ഇൻസ്ട്രക്ഷൻ. ഇതവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ടീച്ചർ വായിച്ചു കേൾപ്പിക്കും. അത്
കുട്ടികൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. എല്ലാവരും നല്ലതുപോലെ ചെയ്തുവല്ലോ. റെയിൻബോ വരച്ചിരുന്നോ? റെയിൻബോയ്ക്ക് 7 നിറങ്ങൾ നൽകിയോ? ഓക്കെ. 2 ബേർഡ്സിനെ വരച്ചായിരുന്നോ? 2 പക്ഷികളെ വരച്ചായിരുന്നോ? ഇവിടെ ഒരു മരം വരച്ചായിരുന്നോ? ബോട്ട് വരച്ചായിരുന്നോ? പിക്ചർ കളർ ചെയ്തായിരുന്നോ? ഇവിടെ പീക്കോക്കൊക്കെ ഉണ്ട്, കണ്ടോ? അതിനൊക്കെ നല്ല കളർ നൽകിയില്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ ആൻഡ് ഡ്രോ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ പോവാം. ഡിസ്ക്രിപ്ഷൻ. വളരെ ഈസി ആയിരുന്നു ഡിസ്ക്രിപ്ഷൻ. ഇതാ ഇവിടെ നോക്കിയേ, സൈറയുണ്ട്, സൈറയുടെ കൂട്ടുകാരുണ്ട്, ഇതാ ഇവിടെ വിൽസൺ അങ്കിൾ എന്ന് പറയുന്ന അങ്കിൾ ഉണ്ട്, ഇതാ ട്രീയുടെ മുകളിൽ ഒരു പീക്കോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നല്ലതുപോലെ മനസ്സിലാക്കിയാണ് ആദ്യം വേണ്ടത്. പിക്ചറിൽ എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പോകാം. സൈറ ഈസ് വിത്ത് ഹെർ. സൈറ അവളുടെ ആരോടൊപ്പമായിരുന്നു? സൈറ അവളുടെ ആരോടൊപ്പമായിരുന്നു? ഫാമിലിയുടെ കൂടെയായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇത് ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ? ആരാണ്? ഫ്രണ്ട്സ്. വെരി ഗുഡ്. സൈറ ഈസ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ചിൽഡ്രൻ ആർ. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? പ്ലേയിങ് ഓർ സ്വിമ്മിങ്. അവർ കളിക്കുന്നു അല്ലെങ്കിൽ നീന്തുന്നു. ഏതാണ് ശരി? ചിൽഡ്രൻ ആർ പ്ലേയിങ്. അവർ കളിക്കുന്നു. വെരി ഗുഡ്. വിൽസൺ അങ്കിൾ ഈസ്. വിൽസൺ അങ്കിൾ എന്ത് ചെയ്യാണ്? ഡാഷ് ഓൺ എ റോക്ക്. സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്. പാറയുടെ പുറത്ത് വിൽസൺ അങ്കിൾ ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു. ഏതാ ശരി? സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്? സിറ്റിംഗ്. സൈറ ഈസ് ലുക്കിംഗ് അറ്റ് ദ. സൈറ എന്തിനെ നോക്കുന്നു? പീക്കോക്കിനെയാണോ സണ്ണിനെയാണോ? പീക്കോക്ക് ഇവിടെയുണ്ട്, സൺ എവിടെയാ? സൺ കണ്ടോ? സണ്ണില്ല. അപ്പോൾ പീക്കോക്കിനെയാണോ സണ്ണിനെയാണോ സൈറ നോക്കുന്നത്? എന്തിനാ? പീക്കോക്ക്. എ പീക്കോക്ക് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ ഓർ ഓൺ എ റോക്ക്. പീക്കോക്ക് ഇരിക്കുന്നത് റോക്ക് പാറപ്പുറത്താണ് അല്ലെങ്കിൽ ട്രീയിലാണ്. എവിടെയാ? പീക്കോക്ക് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. അപ്പോൾ ഇതായിരുന്നു കറക്റ്റ് ആൻസേഴ്സ്. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ? ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് ചെയ്തില്ലേ? ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഡ് മോർ ലൈൻസ്. ആഡ് മോർ ലൈൻസ് ആയിരുന്നു. ഇവിടെ നോക്കി, ഇതൊരു മാംഗോ ട്രീ ആണ്. മാംഗോ കണ്ടല്ലോ, ഇതൊരു മാംഗോ ട്രീ ആണ്. മാംഗോ ട്രീയിൽ കുറച്ച് ബേർഡ്സ് ഉണ്ട്. ഏതൊക്കെ ബേർഡ്സ് ആണ്? ഔൾ, പീകോക്ക്, പാരറ്റ്. ഇവിടെ പാരറ്റ് ഉണ്ട്, ഇവിടെ പീജിയൻ ഉണ്ട്. ഇത്രയും ബേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. I am a pigeon on a mango tree. I coo, I fly, I feel so free. അപ്പോൾ ഔൾ പറയാണ്, I am an owl on a mango tree. I hoot, I fly, I feel so free. ഇവിടെ അവരുടെ ശബ്ദമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. I coo. ഇത് മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. I hoot. Pigeon, I coo. ഔൾ, ഐ ഹൂട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പീകോക്കിനെ കുറിച്ചും പാരറ്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അവരുടെ സൗണ്ട് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ആദ്യം പാരറ്റിനെ കുറിച്ച് എഴുതാം. ഐ ആം എ പാരറ്റ് ഓൺ എ മാംഗോ ട്രീ. ഐ ടോക്ക്. ഐ ടോക്ക്. ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുണ്ടായിരുന്നുള്ളൂ. ഐ ടോക്ക്, ഐ ഫ്ലൈ, ഐ ഫീൽ സോ ഫ്രീ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. ടോക്ക്. എത്ര പേർക്ക് കറക്റ്റ് ആണ്? ടോക്ക് എന്ന് എത്ര പേര് എഴുതി? പാരറ്റ് ടോക്ക് ആണ്. ഓക്കെ. പീജിയൻ കൂ, ഔൾ ഹൂട്ട്, പാരറ്റ് ടോക്ക്. ഇനി ആരാണ്? പീകോക്ക്. പീകോക്ക് എന്താണ് നോക്കാം. ഐ ആം എ പീകോക്ക് ഓൺ എ മാംഗോ ട്രീ. ഐ സ്ക്രീം. ഐ സ്ക്രീം ആണ്. സ്ക്രീം. എത്ര പേർക്ക് കറക്റ്റ് ആണ്? സ്ക്രീം. സ്ക്രീമിങ് ആൻഡ് സ്ക്രീം. ഐ സ്ക്രീം, ഐ ഫ്ലൈ, ഐ ഫീൽ സോ ഫ്രീ. ഇത് ടീച്ചർ 1ാം ക്ലാസ്സിൻ്റെ എക്സാമിന് കുറച്ച് 1 വീക്ക് മുൻപ് ടീച്ചർ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. ആ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. ട്യൂഷൻ കുട്ടികൾക്ക് എന്തായാലും അവർക്ക് ഇന്നലെയും പഠിപ്പിച്ചതാണ്, അവർ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. യൂട്യൂബിൽ കാണുന്ന കുട്ടികൾക്ക് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്ക് മുമ്പ് ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഈസി ആയിരുന്നല്ലോ? എല്ലാവരും ചെയ്തുവല്ലോ? 4ാമത്തേലേക്ക് പോകാം. കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. സോനു ഉണ്ട്. സോനുവിൻ്റെ ബൈസൈക്കിളുമായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ
സോനു ആൻഡ് ഹിസ് ടീച്ചർ. സോനു ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ടീച്ചർ പറയാണ്, സോനു ഇസ് ഇറ്റ് യുവർ ബൈസൈക്കിൾ? സോനു ഇത് നിന്റെ ബൈസൈക്കിൾ ആണോ? അപ്പോൾ സോനു പറയാ, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇത് സോനുവിൻ്റെ ബൈസൈക്കിൾ ആണോ അല്ലയോ? യെസ്. അപ്പോൾ സോനു യെസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. യെസ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. യെസ് ടീച്ചർ എന്ന് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. യെസ് എന്ന് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ടീച്ചർ ചോദിക്കുകയാണ്, സോനു ഈസ് ഇറ്റ് യുവർ ബൈസൈക്കിൾ? സോനു പറഞ്ഞു യെസ് ടീച്ചർ. ടീച്ചർ ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? നിനക്കിത് എവിടെ നിന്നാ കിട്ടിയേ? വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? ഇത് എവിടെ നിന്നാണ്? അപ്പോൾ സോനു എന്ത് പറഞ്ഞു? മൈ ഡാഷ് മെയ്ഡ് ഇറ്റ് ഫോർ മീ. എൻ്റെ ആരാണ് നിന്നെ ഉണ്ടാക്കി തന്നത്? ആരാ? മൈ ഗ്രാൻഡ് പാ. മൈ ഗ്രാൻഡ് പാ മെയ്ഡ് ഇറ്റ് ഫോർ മീ. മൈ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതിയാലും കറക്റ്റാണ് കേട്ടോ. മൈ ഗ്രാൻഡ് പാ മെയ്ഡ് ഇറ്റ് ഫോർ മീ. ഇതെൻ്റെ ഗ്രാൻഡ് പാ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. മൈ ഗ്രാൻഡ് പാ മെയ്ഡ് ഇറ്റ് ഫോർ മീ. ടീച്ചർ പറയുകയാണ്, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ സോനു എന്ത് പറഞ്ഞിട്ടുണ്ടാവും? താങ്ക് യു ടീച്ചർ. താങ്ക് യു എന്ന് മാത്രം എഴുതിയാലും കറക്റ്റാണ്. താങ്ക് യു ടീച്ചർ. എത്ര പേർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു? ഇവിടെ യെസ് എന്ന് എഴുതിയാലും താങ്ക് യു ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ എഴുതിയാലും കോൺവെർസേഷൻ കറക്റ്റാണ്. ഓക്കെ, ഈസി ആയിരുന്നില്ലേ? ആക്ടിവിറ്റി 4 എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ആക്ടിവിറ്റി സോനൂസ് ഫാമിലി. ഇതും ടീച്ചർ 1 വീക്ക് മുമ്പ് പഠിപ്പിച്ച ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്പെല്ലിംഗ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് സോനൂസ് ഫാമിലി ഫോട്ടോഗ്രാഫ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ നോക്കി, ഇത് സോനുവിൻ്റെ ഫാമിലിയാണ്. ഫാദർ, മദർ, ഗ്രാൻഡ് പാ. സോനു. അപ്പോൾ സോനു ആദ്യം ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? സോനുവിൻ്റെ മദറിൻ്റെ കൂടെയാണ്. ദിസ് ഈസ് സിനി. ഷീ ഈസ് മൈ. ഇത് സിനിയാണ്. ഷീ ആരാണ്? ഈ സിനി ആരാണ്? എൻ്റെ സിനി ഈസ് മൈ മദർ. ഷീ ഈസ് മൈ മദർ. എൻ്റെ അമ്മയാണ് മദർ. ദിസ് ഈസ് സിനി. ഷീ ഈസ് മൈ മദർ. അടുത്ത പിക്ചർ നോക്കാം. ദിസ് ഈസ് രമേഷ്. ഹീ ഈസ് മൈ. ഇത് രമേശാണ്. ഇതെൻ്റെ ആരാ? അദ്ദേഹം എൻ്റെ ഹീ ഈസ് മൈ ഫാദർ. എൻ്റെ അച്ഛനാണ്. ഹീ ഈസ് മൈ ഫാദർ. അദ്ദേഹം എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇതാ എന്താ പറയണ? ഐ ആം സോനൂസ്. ഞാൻ സോനുവിൻ്റെ, സോനു അല്ല പറയുന്നേ, ഗ്രാൻഡ് പാ പറയുകയാണ്. ഐ ആം സോനൂസ് ഗ്രാൻഡ് ഫാദർ. ഐ ആം സോനൂസ് ഗ്രാൻഡ് ഫാദർ. ഞാൻ സോനുവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്ന് ഗ്രാൻഡ് ഫാദർ പറയുവാണ്. സിനി സോനുവിൻ്റെ മദർ ആയിരുന്നു. രമേഷ് സോനുവിൻ്റെ അച്ഛനാണ്. ഇത് സോനുവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഓക്കെ, കറക്റ്റായിട്ട് എഴുതിയല്ലോ. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നില്ലേ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ മുതലായ എല്ലാ ക്ലാസ്സസ് ഉണ്ടാകും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKG UKG റിവിഷൻ ക്ലാസ്, അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വിടുവാണ്. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആണുള്ളത്. അതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് നൽകുന്നുണ്ട്. അവർ പഠിച്ചു തുടങ്ങേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിനെയും ബേസിക് അവർക്കൊരു അടിസ്ഥാനം നൽകിക്കൊണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിലെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്കും ബേസിക് കിട്ടിയില്ല എങ്കിൽ അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും pre-KG, LKG, UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ്.
അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. പ്രീ കെ ജി ക്ലാസ്സസ് റെഗുലർ ഉണ്ട്. LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജിന് റിപ്ലൈ നൽകാൻ വൈകിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായതിനാലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ഓക്കെ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോളൂ. 9746487799. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി നല്ല ലെവലിൽ ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങളുടെ കുട്ടികൾ മികച്ചവരായിട്ട് തീരും. അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ.